രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക തീരുമാനം നന്നായി. അങ്ങനെയാണെങ്കിൽ ആ വീട് ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഞങ്ങൾ അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം, അവരത് നല്ലതുപോലെ നോക്കിക്കോളും എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് അത് പൊക്കി പിടിച്ച് അവരുടെ സപ്പോർട്ടേഴ്സ് എല്ലാവരും കൂടെ നമുക്ക് നെഗറ്റിവിറ്റി തരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എനിവേ എന്തായാലും ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അഗൈൻ രേണുസുതിയുടെ ഒരു വിഷയമായിട്ടാണ്. രേണുസുതി കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഫിറോസിക്ക വെച്ചു കൊടുത്ത വീട് തിരിച്ചു തരാൻ ഫിറോസിക്ക പറയുന്നു. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി നടന്ന ഒരു കോൺട്രവേഴ്സി വീണ്ടും സുധിലയം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നത് രേണുസുതി മനഃപൂർവ്വം ഇട്ടുകൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം പുള്ളിക്കാരിക്ക് ലൈം ലൈറ്റ് നിൽക്കണമെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്ന സുധിലയമാണ്. അപ്പൊ സുധിലയത്തെ വിട്ടൊരു കളിയില്ല. കുറച്ച് ഈ നമ്മുടെ ആഫ്റ്റർ ബിഗ് ബോസ് ശേഷം അവർക്ക് അധികം ഫെയിം കിട്ടിയിട്ടില്ല. ദുബായി പോയി ബാർ ഡാൻസ് കളിച്ചത് ഒഴിച്ച് അത് കുറച്ച് വൈറലായി. അതിനുശേഷം ഒരു യൂട്യൂബേഴ്സ് ഇവരെ എടുത്തിട്ട് അലക്കുക ഉടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവർ കുറച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ പോലും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും പട്ടിപ്പുച്ഛമാണ്, എല്ലാവരും കളഞ്ഞ വിഷയമാണ്. എന്നാൽ അവർക്കറിയാം എവിടെ പിടിക്കണം, എവിടെ കൊളുത്തിയാൽ ഈ സംഭവം വൈറലാവും. അവർ വീണ്ടും ശാരികയുടെ ഒരു ഇന്റർവ്യൂയിലൂടെ സുധിലയം എടുത്തിട്ടു. അവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് സുധിലയം എടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഇതെല്ലാം മറക്കാതെ ചെയ്യുക. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്, രേണുസുതി വിവാഹം കഴിക്കാൻ പോകുന്നു. അപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പം നമ്മുടെ ഫിറോസിക്ക അതിന്റെ ഒരു വീഡിയോയ്ക്കിടയിൽ കമന്റ് ചെയ്യുകയുണ്ടായി, നിങ്ങൾ എന്നാ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ വീടങ്ങ് തിരിച്ചു തന്നേക്കാം. അപ്പൊ അതേ തുടർന്ന് രേണുസുതി വളരെ രോക്ഷാകുലയായിട്ട് ഇന്നത്തെ രേണുസുതിയുടെ എന്താണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ അവരുടെ മുഖം നോക്കേണ്ട ഈ പുള്ളി ഇവർക്ക് എന്താണ്ടോ വലിയ എന്തോ ഒരു ദ്രോഹം ചെയ്ത മാതിരി ഒരു രീതി. അപ്പൊ നമുക്ക് സംഭവം എന്താണെന്ന് കണ്ടു നോക്കാം. രേണുസുതിക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. അല്ല KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക, താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എന്റെ മക്കളുടെ, അതായത് 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദിന് 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. കേട്ടല്ലോ? ശരി, രേണുസുതി ഇതിലൂടെ വളരെ എഡോ ഫിറോസിക്ക എഡോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരു കാലത്തൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം രേണുസുതിയുടെ ആറ്റിറ്റ്യൂഡും ഭാവവും ഇതൊന്നും അല്ലായിരുന്നു. ഇപ്പം വളരെ അഹങ്കാരത്തിന്റെ മുൾനിരയിൽ നിർത്തിയിരിക്കുന്ന രേണുസുതിയാണ് കാണുന്നത്. അപ്പം നമ്മള് ജ്ഞാനപ്പാനയിലൊക്കെ കണ്ടിട്ടില്ലേ, പുറമേറിയ മന്നന്റെ മാറാപ്പൂ കയറ്റുന്നതും പവാൻ, അങ്ങനെ കണ്ടുകണ്ടിരിക്കുന്ന മനുഷ്യരെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ എന്നുള്ള ഒരു ഇത് കേട്ടിട്ടില്ലേ? സെയിം ആ സിറ്റുവേഷൻ ഇവിടെ രേണുസുതിക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ചോദിച്ചാൽ അത്ര ഒരു അഹങ്കാരത്തിന്റെ രീതിയിലാണ് പുള്ളിക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ രാവിലെ തന്നെ ഈ വിഷയം അറിഞ്ഞപ്പോഴത്തേക്ക് ഫിറോസിക്ക ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഫിറോസിക്ക നിഷേധിക്കുന്നൊന്നുമില്ല. ഫിറോസിക്ക ഇട്ട പോസ്റ്റ് തന്നെയാണ്. എന്താണ് പോസ്റ്റ്? അദ്ദേഹം രേണുസുതിയുടെ വിവാഹം എന്ന് കണ്ടപ്പോഴത്തേക്ക് ആ വീഡിയോ പോലും കാണാതെ ആ വീഡിയോയ്ക്കടിയിൽ ഒരു കമന്റ് ഇട്ടെന്നുള്ളത് ശരി തന്നെയാണ്. അപ്പം ഫിറോസിക്കയുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതമാണ്. രേണുസുതി ആരെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കേണ്ട, അത് നമ്മൾ പറയാനും തടയാനൊന്നും ആരുമല്ല. അവരൊരു വിധവയായ സ്ത്രീയാണ്. അവർക്ക് ഇനി ലൈഫ് ഉണ്ട്. 10-35 വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ അവരുടെ ഇഷ്ടം. ആ കാര്യം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിറോസിക്ക എന്നുള്ള ഒരു മനുഷ്യനെ നമ്മൾ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ അദ്ദേഹം ഒരുപാട് അനുഭവിച്ചു. ഒരുപാട് ഈ ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വർക്ക് വരെ കുറഞ്ഞ് അദ്ദേഹത്തിന്റെ ബിസിനസിനെയൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു രീതിയിൽ എത്തുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹവും ടെമ്പർ തെറ്റും. കാരണം സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ രേണുസുതിയുടെ വീട്, ഫിറോസ് വെച്ചു കൊടുത്ത വീട്, അങ്ങനെ പോരാ ഇങ്ങനെ പോരാ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടെമ്പർ തെറ്റിട്ട് നമ്മൾ എന്ത് പറയുന്നു നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റാണ്. അപ്പൊ അതെടുത്ത് വെച്ചിട്ടാണ് ഇപ്പൊ രേണുസുതി ഇങ്ങനെ ഒരു റിയാക്ഷനുമായിട്ട് വരുന്നത്. ശരിക്കും ഇതെല്ലാം തുടങ്ങി വെക്കുന്ന രേണുസുതി തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം. പറ്റാത്രത്തോളം അവർ അപമാനിച്ചിട്ടുണ്ട് നമ്മളെ. ഇവർ ഈ പുറത്തെ കാര്യങ്ങൾ, വീടിന്റെ പുറത്തെ കാര്യങ്ങളല്ലേ പറയുന്നത്. അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് അയക്കാൻ പറ്റുമോ? നമ്മൾ ആ ഷീറ്റ് ഒരു പ്രശ്നം വന്നിട്ട് മഴച്ചാറ്റില് ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു,
വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിൻ്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടു നടക്കുന്നത്. പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ. പ്ലാസ്റ്ററിങ് അവിടെ ഇവിടെയൊക്കെ ഇളകിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അതെന്തെങ്കിലും ആവട്ടെ, ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആസ് യൂഷ്വൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ്, വാടക വീട് എടുത്ത് പോവുകയാണ്, ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്, വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു പറഞ്ഞുകൊണ്ട് കുറേ ന്യൂസിലുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ അവരുടെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമൻറ്റ് ചെയ്തത്, നിങ്ങൾക്ക് ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത്. നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ഒറ്റമുറിയുള്ളൊരു വീട് ഉണ്ടാക്കി തന്നാൽ മതി, ഒരു മുറിയുള്ള വീട് മതി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസക്ക് ഒരു വീട് ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ ശരി. ഇവിടെ രേണുസുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതിക്ക് ആരൊക്കെ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അവരുടെ ഒരു നല്ലൊരു കാര്യം പറയാൻ കേട്ടിട്ടില്ല. ഈ ഫിറോസിക്കാട് തന്നെയാണെങ്കിലും വഴിനീളം നടന്ന് കുറ്റം പറഞ്ഞ ഒരു രേണുസുതിയാണ് നമ്മൾ കണ്ടിരുന്നത്. ഒരുപക്ഷെ രേണുസുതിയുടെ ഈ സ്റ്റോറി കാണുമ്പോഴത്തേക്ക് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ അറിയത്തില്ലാത്ത വ്യക്തി തീർച്ചയായിട്ടും ഫിറോസിക്കാരെ തെറ്റിദ്ധരിക്കുക തന്നെ ചെയ്യും. ഇതിപ്പോ ഒരു വർഷമായിട്ട് നമ്മൾ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോക്കാരും ഈ റിയാക്ഷൻ വീഡിയോ കാണുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാർക്കും കാര്യം ചിലപ്പോൾ മനസ്സിലായേക്കും. പക്ഷെ പുതുതായിട്ട് ഈ ഇപ്പൊ ബിഗ് ബോസിന് കയറി ഇറങ്ങിയ ശേഷം പുതുതായിട്ട് രേണുസുതിയെ കാണുന്ന ആൾക്കാർക്ക് ഇതെന്നാ ഫിറോസ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ കുറെ അധികം ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫിറോസിക്കായെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം അങ്ങനെയുള്ള കുറെ അന്ധമായുള്ള ഫാൻസ് ഉണ്ട് ഈ രേണുസുതിക്ക്. കാരണം രേണുസുതി എന്താണെന്ന് അറിയാതെ, രേണുസുതി ശരിക്കും മനഃപൂർവ്വം ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും മിണ്ടാതിരുന്നതാണ്. രേണുസുതി എന്തെങ്കിലും ഒരു അക്ഷരം തുറന്നിരുന്നെങ്കിൽ രേണുസുതിക്ക് ഉറപ്പായിട്ട് നെഗറ്റീവായിട്ട് പുറത്തിറങ്ങുള്ളായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. രേണുസുതി അവിടെ കളിച്ച ഗെയിം എന്ന് പറഞ്ഞാൽ ഈ വെളിയിലുണ്ടായ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി അവരൊരക്ഷരം മിണ്ടിയില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെട്ടില്ല, ആരുടെയും കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അങ്ങനെ ആ ഒരു ഗുണമാണ് രേണുസുതി ഏറ്റവും നല്ലൊരു വ്യക്തിത്വമായിട്ട് ആൾക്കാർ എടുത്തത്. കാരണം ബാക്കി ഓരോ അങ്ങോട്ട് കുറ്റം പറഞ്ഞും കുതികാലി വെട്ടിയും അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു അവിടെ പറഞ്ഞു ഒരുമാതിരി ഒരു അയൽക്കൂട്ടം ആ ഒരു രീതിയിലാണ് അവിടെ നിന്നിരുന്നത്. അതേസമയം രേണുസുതി അങ്ങനെ എന്താണ് ആരുടെ കാര്യം തിരക്കുന്നില്ല. തന്റെ തലയിലെ പേരും പെറുക്കി തന്നെ തത്തമ്മയോടും വർത്താനം പറഞ്ഞ് താൻ ഉറങ്ങിയോടോ കണ്ണടച്ചു കിടന്നോ എന്നൊക്കെ ആ ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി പിന്നെ 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ വർക്ക്ഔട്ട് ചെയ്ത് അവർ പുറത്തിറങ്ങുകയും ചെയ്തു. കാരണം അവർക്ക് ഒന്നും ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഞാൻ ഒരു പക്ക മാന്യമായിട്ടുള്ള എന്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ ഇടപെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന കാരണം അവർ സേഫ് ആയിട്ട് ഇറങ്ങി. ശരിക്കും അവർ മനഃപൂർവ്വം മിണ്ടാതിരുന്നതാണ്. അവർക്ക് നന്നായിട്ട് കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അവരെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ച് ഇത്തരം ജനങ്ങളുടെ മുന്നോട്ട് എത്തിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറോസിക്ക എന്നോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. ഫിറോസിക്കയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കൂടെ നിന്ന് ചിന്തിക്കണം. ഇദ്ദേഹം മാത്രമല്ല, ബിഷപ്പ് പരമാവധി നാറാകുന്നതിന്റെ അങ്ങേയറ്റം നാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മറുനാടൻ സാജൻ സാർ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതുപോലെ തന്നെ നന്നായിട്ട് ഈ രേണുസുതിയെ സഹായിച്ചതിന്റെ പേരിൽ നാറിക്കഴിഞ്ഞു. പിന്നെ ഫിറോസിക്കയുടെ കാര്യം പറയണ്ടല്ലോ, അത്രയധികം അദ്ദേഹത്തിലിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ വീഡിയോയിലൂടെ വന്നേക്കുന്ന രേണുസുതിയുടെ മോഹഭാവം കണ്ടില്ലേ, അഹങ്കാരത്തിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. എന്തിന്റെ പേരാണ് രേണുസുതി നീ കാണിക്കുന്നത് മണ്ടത്തരമാണ്. നാളെ ഒരു നാൾ നീ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നീ ഇതെല്ലാം മറുപടി പറയേണ്ടി വരും. ഇതെല്ലാം നിനക്ക് ഇനി നാളെ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. നീ അത് നോക്കിയും കണ്ടും നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ ഇനിയും നീ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. രേണുസുതിക്ക് ഇനിയും വീട് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ കാര്യമില്ല. രേണുസുതി തന്നെ പലയിടത്തും പറഞ്ഞുണ്ട് എനിക്ക് പണ്ട് 500 രൂപ എടുക്കാനില്ലായിരുന്നു, ഇന്ന് എനിക്ക് ലക്ഷങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ആ വീടിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നീ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറ്റം പറയുന്ന വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ റീൽ ഇടുന്നതും ബ്ലോഗ് എടുക്കുന്നതും ഈ ഇന്റർവ്യൂക്കാരെല്ലാം വിളിച്ചു കയറ്റുന്നതെല്ലാം ഈ വീട്ടിലോട്ട് തന്നെയാണ്. അല്ലാതെ ഇന്ന് വരെ അവര് വീട് മാറി കൊടുക്കൊന്നുമില്ല. പിന്നെ ഇവരെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട് കൊടുത്തത്. ശരിയാണ്, ഇവരുടെ പേരിൽ കൊടുത്തിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്തോ ആവുമായിരുന്നു. ഇപ്പൊ ഈ രേണുസുതിയുടെ മെയിൻ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിൽ ഈ വീട് എഴുതി കൊടുത്തില്ല. അതാണ് ഇവരുടെ മെയിൻ ചുരുക്ക്. അതെങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്ന് വെച്ചെങ്കിൽ ഇവർക്ക് ഇത്രയും ചെറുപ്രായമാണ്, ഇവർ വേറെ വിവാഹം കഴിച്ചു പോയേക്കാം. അപ്പം രേണുസുതിയുടെ മക്കളായിട്ടുള്ള റിതപ്പനും കിച്ചുവിനും നാളെ ഈ വീട് കിട്ടിയില്ലെങ്കിലോ? അപ്പം രേണുസുതി വേറൊരു വീട്ടിലോട്ട് വിവാഹം കഴിച്ചു പോകുമ്പോഴത്തേക്ക് ഈ പിള്ളേരാണ് വീണ്ടും അനാഥമാകുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന് തീർച്ചയായും അർഹരായ 2 കുട്ടികൾ എന്ന് പറയുന്നത് ഈ റിതപ്പനും ഈ കിച്ചുവാണ്. ഇപ്പം ഏകദേശം ഇവരെല്ലാം നല്ല ഒരു സ്റ്റേജിലെത്തി. ഇവർക്കെല്ലാം യൂട്യൂബ് ചാനലും വരുമാനം അങ്ങനെ ഒരുപാട് വർക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഒരു രീതിയിലൊക്കെയാണ്. അപ്പൊ ഫിറോസിക്ക പറഞ്ഞതിന് വലിയ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ മാനസിക സ്ഥിതി വെച്ച് നോക്കിയാലും ഇതുപോലെ ഇദ്ദേഹത്തെ ഇട്ട് ഇവര്
കുത്തുമ്പോഴും ഇതെല്ലാം ഇതിന്റെ അപ്പുറം പറയണ്ടായിരുന്നു. ഇവര് ശരിക്കും ഫിറോസിക്ക് കേസൊക്കെ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. അദ്ദേഹം ഒരു മാനുഷിക പരിഗണനയുള്ള വ്യക്തി ആയതുകൊണ്ടാണ് കേസൊന്നും കൊടുക്കാതെ ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്താണേലും ഇദ്ദേഹം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. രേണുവായിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരിതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മളും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ വീണ്ടും ബിഗ് ബോസിൽ വന്നതിന് ശേഷം പിന്നെ ശാരികയും അവരും കൂടെ പ്രീ പ്ലാൻ ചെയ്തിട്ട് വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ പറയുന്നത് കണ്ടു, വേറെ ഏതോ വാടക വീട്ടിൽ പോവുകയാണ് അവർ, രേണു പുതിയ വീടുണ്ടാക്കാൻ പോവുകയാണെന്നുള്ള ആ രീതിയിലൊക്കെ ചർച്ചകളോ മറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു. അപ്പോൾ ഇവരുടെ ഏതൊരു വീഡിയോയ്ക്ക് താഴെ ഞാൻ പോയിട്ട്, അപ്പോൾ ഞാനതിൻ്റെ ഒരു ഇത് കൊടുത്തു, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ദയവ് ചെയ്ത് വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നിട്ട് ഏതൊരു കമൻറ്റാണ് തോന്നുന്നു, നിങ്ങളെടുത്ത തീരുമാനം നന്നായി, അങ്ങനെയാണെങ്കിൽ ആ വീട് ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഞങ്ങൾ അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം, അവരത് നല്ലതുപോലെ നോക്കിക്കോളുമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് അത് പൊക്കി പിടിച്ച് അവളുടെ സപ്പോർട്ടേഴ്സ് എല്ലാവരും കൂടെ നമ്മൾക്ക് നെഗറ്റിവിറ്റി തരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എനിവേ എന്തായാലും ആവട്ടെ, എന്തായാലും പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടുപോയി, വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി. സംഗതി നമുക്ക് പേഴ്സണലി കുറേ റീച്ചും പബ്ലിസിറ്റിയൊക്കെ തന്നെങ്കിലും ഇതുകൊണ്ടൊന്നും നമുക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാലല്ലേ ഭക്ഷണം വയ്ക്കാൻ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഖത്തറിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ്, ബിസിനസ് ഉണ്ടായിരുന്നതാണ്. നമ്മളൊരു 4-5 വർഷം മുന്നേ ഇത് ഒഴിവാക്കിയിട്ട് നാട്ടിൽ സെറ്റിലായിട്ട് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ബിസിനസ് തുടങ്ങി സക്സസ് ആയ ആളാണ്. എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഖത്തറിലുള്ളത്. എനിക്ക് ഇവിടെ ഉണ്ട് ബിസിനസ്, UAE ഉണ്ട് ബിസിനസ്, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓരോ പല മേഖലകളിലാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകൾ. ദൈവം സഹായിച്ചിട്ടെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഗ്രൂപ്പിലുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. അവർക്ക് മൈലേജ് കുറഞ്ഞു എന്ന് അവർ പറയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളത് മാക്സിമം പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ ഇവരെ ഭാഗത്ത് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം, അല്ലാതൊന്നുമില്ല. ശരി, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുന്നില്ല. നല്ല ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അതേസമയം രേണുസുതി ആയിരുന്നെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് തർക്കിക്കുമായിരുന്നു. അപ്പം രേണുസുതിയോട് നമുക്ക് ഒരു കാര്യവും പറയാനില്ല. കാരണം എത്ര ഉപദേശം കൊടുത്താലും അവരത് വകകൊള്ളുന്ന സ്ത്രീയല്ല. രേണുസുതിയുടെ വീട്ടുകാരോട് നമുക്കൊന്നും പറയാനില്ല. ഇതിങ്ങനെ തന്നെ പോകും, ഇതിനൊരു തീർപ്പ് ഇതുവരെ ഉണ്ടാവത്തില്ല. അപ്പം എന്താണ് പറയാനുള്ളത്? ഇത് എവിടം വരെ പോകും, എങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇദ്ദേഹത്തിന് ഇനി ജീവിതകാലം മുഴുവൻ ഇതൊരു ആയിരിക്കും. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു കേട്ടില്ല, ഇനി വേറൊരു ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു ഭവനം വെച്ച് കൊടുക്കണമെങ്കിൽ ഇപ്പൊ പേടിയാണ്. ഒരുപാട് തവണ ചിന്തിച്ചിട്ടാണ് ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ എന്തിനാണ് നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.